പരിശുദ്ധ റമദാൻ തിങ്കളുടെ ഒന്നാമത്തെ തറാവീഹ് കഴിഞ്ഞെനിക്കാൻ കുറേ ആൽമാർക്ക് ഒരഭിപ്രായക്കേട് ഏകദേശം ചമ്മറായത്തിലും ഈ ഒരു വിഷയക്കേട് ചില ജാഗരെല്ലാം അതൊരു വലിയ കംപ്ലൈൻ്റ് ആയിട്ട് വലിയൊരു പരാതിയായിട്ട് എടുക്കിടാറ്. വേറെന്തുമല്ല, തറാവീ നിസ്കാര ഇനിയും തെല്ല് സ്പീഡാക്കണിണ്ട്. സാധാരണ നടക്കുന്ന ജമാഅത്തിനായിട്ട് തെല്ല് സ്പീഡായിട്ട് അതും യാവാല ഇനിയും തെല്ല് സ്പീഡാക്കണിണ്ട്. ഞങ്ങൾ 2-3 വിഷയം അർത്ഥാക്കണം. ഒന്നാമത്തേത്, തറാവീഹ് നിസ്കാരത്തിന് വലിയ പോരിശയുണ്ട്. അത് അറിഞ്ഞിട്ടല്ലേ പണ്ടിൽ പിന്നെ മുഅ്മിനീങ്ങൾ തറാവീഹ് നിസ്കാരത്തിന് വേഗം എത്ര വലിയ പോരിശൊന്ന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹീഹായ ഹദീസ്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. കൂലി കിട്ടണോണ്ട് ആശ വെച്ചിട്ട് അതേപോലെ നല്ല വിശ്വാസത്തോടുകൂടി റമദാൻ തിങ്കളിൽ ജാമന നിസ്കരിക്കാണ്ടായെങ്കിൽ കഴിഞ്ഞുപോയ കാലത്തിൽ വന്നുപോയ ദോഷങ്ങൾക്കെല്ലാം അല്ലാഹു മാപ്പ് തണ്ട. എത്ര വലിയ പോരിഷത്! ഞങ്ങളുടെ ജീവമാനത്തിൽ വന്ന് എന്തെല്ലാം തപ്പ് കൊണ്ടു അതൊക്കെല്ലാം അല്ലാഹു മാപ്പ് തറകൊരു കാരണമായിട്ടിക്കട് ഈ തറാവീഹ് നിസ്കാരം. അപ്പം അത് ഹൈ സ്പീഡാക്കിയിട്ട് ചപ്പടിയാക്കിയിട്ട് തീർക്കണായതല്ലല്ലേ. ആ രൂപത്തിൽ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം മാപ്പാവിടെ രൂപത്തിൽ ഖേദത്തോടു കൂടെ നിസ്കരിക്കണായതല്ലേ ഒന്ന്. രണ്ടാമത്, നിസ്കാരം എവിടെയും സ്ലോ ആവില്ല. കാരണം തക്ബീറത്തുൽ ഇഹ്റാമുൽ പിന്നെ ദുആഉൽ ഇഫ്തിതാഹ് എന്നെങ്കിൽ തുടക്കത്തിലുള്ള ദുആ. സാധാരണ ഞങ്ങൾ എല്ലാ നിസ്കാരത്തു വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ സ്സമാവാതി വൽ അർദ് അതായിട്ട് ഏറ്റവും അഫ്ളലായത്. ഇനി അതേ ദുആ ആവാനിട്ടില്ല, വേറെ ഏതെങ്കിലും ദുആഉൽ ഇഫ്തിതാഹ് വേറെ ഏതെങ്കിലും ഓതിയെങ്കിലും ആവിടും, വേറെ ഏത് ദുആർന്നെങ്കിലും ആവിടും. ഹദീസിലെ വന്ന ചെമ്മ ദുആ ഉണ്ടോ അതിലേതെങ്കിലും ഒരു ചെറിയൊരു ദുആർന്നെങ്കിൽ മതിയോ, അത് ഉപേക്ഷിക്കൽ. അങ്ങനെ ദുആഉൽ ഇഫ്തിതാഹ് ഓതാണ്ടിക്കൽ അത് കറാഹത്തായിട്ടിക്കൽ. ഇപ്പം നിസ്കാരത്തിൽ തറാവീഹ് നിസ്കാരത്തിൽ അത് ഉപേക്ഷിക്കണം. സൂറത്തുൽ ഫാത്തിഹ തപ്പില്ലാണ്ട് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഓതണം. അത് പിന്നെ ഹൈ സ്പീഡാക്കിയിട്ട് കുറേ തപ്പിട്ട് ഓതണം. അല്ലെങ്കിൽ ഒരു സൂറത്ത് അത് ഓതണുള്ളൂ. പിന്നെ റുക്കൂഅലു സുബ്ഹാന റബ്ബിൽ അസീം ബിഹംദിഹി അത് തെല്ല് സ്പീഡാക്കിയിട്ട് ഞങ്ങൾ ചൊല്ലുക. സുബ്ഹാന റബ്ബിൽ അസീം ബിഹംദിഹി സുബ്ഹാന റബ്ബിൽ അസീം ബിഹംദിഹി സുബ്ഹാന റബ്ബിൽ അസീം ബിഹംദിഹി. ഇത്ര ഈ 3 വട്ടം ചൊല്ലത്ര നേരമായെങ്കിലും റുക്കൂൽ നിൽക്കണ്ടേ. റുക്കൂൽ നിൽക്കാണ്ടത് ചൊല്ലണം സാധ്യം അവിടെ. അപ്പം ഈ 3 വട്ടാണ്ടുള്ളത് സാധാരണ അല്ലാത്ത നാളിൽ, റമദാൻ അല്ലാത്ത നാളിലെ സുന്നത്ത് നിസ്കരിക്കുമ്പോഴത്തേക്കും ഫർദ് നിസ്കരിക്കും 3 വട്ടം ചൊല്ലുന്നങ്ങ. റമദാൻ്റെ സ്പെഷ്യൽ തറാവീഹ്ക്ക് 3 വട്ടം ചൊല്ലണ്ടേ. അതേപോലെ പിന്നെ ഇഅ്തിദാൽ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ മാ ശിഇത മിൻ ശൈഇൻ ബഅദ് അത് അത്രമേ തന്നെ സ്പീഡാക്കി ചൊല്ലണ്ടേ. സുജൂദുലു സുബ്ഹാന റബ്ബിൽ അലാ ബിഹംദി സുബ്ഹാന റബ്ബിൽ അലാ ബിഹംദി സുബ്ഹാന റബ്ബിൽ അലാ ബിഹംദി അത്ര നേരം നിൽക്കണ്ടേ. ഇത്രയെല്ലാം നേരം നിൽക്കുമ്പോഴത്തേക്കും സാധാരണ ഞങ്ങളെ ഉസ്താദുമാർ നിസ്കരിക്കൽ ആ നിസ്കാരം എത്ര ടൈം വേണമുള്ളൂ. ഇനി ഇതെല്ലാം ഷോർട്ടാക്കിയിട്ട് വരിക്കോ. ഒന്നും എന്തും ചൊന്നില്ല അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമീദ ഇതിനിടയിൽ ചൊല്ലുക സാധ്യമാവില്ല. ഇനി ചൊന്നാൽ ഓർക്കമാ 2 വട്ടം അല്ലെങ്കിൽ ഓർക്കമാത ചൊന്നിട്ടു ഷോർട്ടാക്കിയാൽ എത്ര നേരം കിട്ടും? അരഗಂಟೆಲ್ಲ ಬೇಗಾವಾ? അരഗಂಟೆ ಬೇಗಾവല്ല, 5 മിനിറ്റ് ഏതെങ്കിലും ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് വേഗാവും. ഈ 5 മിനിറ്റ് 6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര മസിൽ പിടുത്തം കാട്ടറ്. അത്തഹിയാത്തും അങ്ങനെ. അത്തഹിയാത്തിലും ആ സ്വലാത്തിൽ പിന്നെ ഒരു ദുആ ചെറിയൊരു ദുആർക്കണ്ടേ. അപ്പം അതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഒരു പസ നേരാവും. 20 റക്അത്തില്ലേ. ഇനി അതെല്ലാം ഷോർട്ടാക്കിയെങ്കിൽ അരഗಂಟൊന്നും അതിൽ ടൈം കിട്ടില്ല. 5 മിനിറ്റ്. ഈ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പൊലക്ക പറഞ്ഞോണ്ടും ദൂരിയോണ്ടും അഞ്ഞിഞ്ഞ പറഞ്ഞോണ്ടും ചൊന്നോണ്ടും അത് നല്ലൊരു ഇത് കാണണ്ട. ഇനി ഇതേ 5 മിനിറ്റ് അല്ല, ഇത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അരഗಂಟೆ ഞങ്ങൾ മുണ്ടിക്കിടാം. അപ്പം അതിലൊരു 5 മിനിറ്റ് അവിടെ ആ പലക്കത്തൊരു 5 മിനിറ്റ് ഷോർട്ടാക്കിയിട്ട് ആ 5 മിനിറ്റും കൂടി ഇതൊക്കെ ആഡാക്കി നിസ്കരിച്ചെങ്കിൽ നിസ്കാരം എത്ര നല്ല റാഹത്തായ നിസ്കാരാവും. അല്ലാണ്ട് ഞങ്ങൾ നിസ്കാരത്തിൽ ബച്ചൽ പറവൂതിയാണ്. പരിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തിൽ ബച്ചൽ പണ്ട് ആറ് കീണ്ട് ഖുർആൻ ചെന്നു ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖുശൂ ഇല്ലാത്ത ആൾമാർ കയറ്റിക്ക് നിസ്കാരം ഒരു വലിയ ഹൊരായിട്ട് അവിടെ വലിയൊരു ഭാരമായിട്ട് കാണ്ടാറുക. അത് നിസ്കാരത്തിൽ ഖുശൂ ഇല്ലാത്ത ആൾമാർക്ക്
ഞങ്ങൾ അങ്ങനത്തെ ആൾമാറാവണ കുത്തിയറ നിസ്കാര പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ തിങ്കളിലെ പ്രത്യേക നിസ്കാരായ തറാവീഹ് നിസ്കാര നല്ല ഭയഭക്തിയോടുകൂടി തെല് ലേട്ടായെങ്കിൽ മോശമില്ല, നല്ല രൂപത്തിൽ അള്ളാഹു കബൂലാക്കണോ, ദോഷങ്ങളെല്ലാം മാപ്പായി കിട്ടണോട്ടുള്ളേ നല്ല നീയത്തോടുകൂടി നിസ്കാരം തുടങ്ങിയിട്ട് ആ നിസ്കാരം അവസാനിക്കലോടത്തോളം ഭയഭക്തിയോടുകൂടി നിർവഹിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ ഹൈ സ്പീഡ് ആക്കുമ്പോൾ കുറേ മുട്ടുനമ്പല, കാൽ നമ്പല, പിന്നെ നടുനമ്പൽ തങ്ങളിക്കിടാറ്. അങ്ങനെ എപ്പോഴും പള്ളി വേണ്ടങ്ങ, റമദാനിൽ മാത്രമല്ല എപ്പോഴും എല്ലാ വക്തിലും പള്ളിക്ക് ജമാഅത്ത് ഇക്കിടാങ്ങ. അങ്ങനെ കൂടി ഗൗനിക്കണ്ടേ, അങ്ങനെ കൂടി പരിഗണിക്കണ്ടേ. ആകെ സ്പീഡ് ആക്കുമ്പോൾ 4 സ്പീഡ് അങ്ങ് എത്തല. അതുകൊണ്ട് എല്ലാവരും അത് അർത്ഥാക്കിയിട്ട് നിസ്കാര ഇതൊരു സ്പെഷ്യൽ നിസ്കാരമായിട്ട് ഇവിടെ തറാവീഹ്, ആ തറാവീഹ് നല്ല വൃത്തിയായിട്ട് അള്ളാഹു പൊറുത്താട് രൂപത്തിൽ നിർവഹിക്കുന്നുണ്ടല്ലേ. നല്ല മനസ്സ് വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 30 നാളിലും തറാവീഹ് നിസ്കാരം നഷ്ടപ്പെടാണ്ട് ജമാഅത്തായി നിർവഹിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ സൽക്കറും അള്ളാഹു ആക്കുകയും പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആൽമാരെ കൂട്ടത്തിൽപ്പെടുത്തി